മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് എക്സ്പോസാറ്റിനെ കുറിച്ചാണ്. പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിലെ ഫസ്റ്റ് പേജിൽ തന്നെ എക്സ്പോസാറ്റിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹോൾസിനെയും ന്യൂട്രോൺ സ്റ്റാർസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ISRO, നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ PSLV C58ലാണ് എക്സ്പോ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പോസാറ്റ് എന്നുള്ളതിന്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്, അതാണ് എക്സ്പോ സാറ്റലൈറ്റ്. ഓക്കെ, അപ്പൊ എക്സ്പോസാറ്റ് മിഷൻ മൺഡേ ആണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്ട്രോണമിക്കൽ സോഴ്സസ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ്, ന്യൂട്രോൺ സ്റ്റാർസ്, ഇവയെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാനും അവയൊക്കെ ഒബ്സർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു, അതായത് നമ്മുടെ ആസ്ട്രോണമിക്കൽ സോഴ്സസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിലൊരു എക്സ്റേ പൊളാരിമീറ്റർ മിഷൻ നടന്നത് നാസയാണ്. നാസയുടെ എക്സ്റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു മിഷൻ 2021 നടന്നിരുന്നു. അതിനുശേഷം സെക്കൻഡ് ആയിട്ടാണ് നമ്മുടെ എക്സ്പോസാറ്റ് വരുന്നത്. അപ്പൊ ISROയുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് സാറ്റലൈറ്റ് ആണ് ഈ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോളറൈസേഷൻ മെഷർമെന്റ്സിനെ ബേസ് ചെയ്തിട്ടും സെലസ്റ്റിയൽ സോഴ്സസിൽ വരുന്ന എക്സ്റേ എമിഷനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഇവരുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ISROയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ISRO എന്നും കൂടെ പറയാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്, ഇന്ത്യയുടെ നാഷണൽ സ്പേസ് ഏജൻസി ആണ്. ഇതൊരു പ്രൈമറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂർ ആണ്. ഫൗണ്ടർ എന്ന് പറയുന്നത് വിക്രം സാരാഭായ് ആണ്. ഫൗണ്ട് ചെയ്തത് 15 ഓഗസ്റ്റ് 1969 ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീധര പണിക്കർ സോമനാഥ് ആണ്. നമ്മൾ SP സോമനാഥ് എന്ന് പറയും. അപ്പോ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് SP സോമനാഥ്, അദ്ദേഹം നമ്മുടെ ISROയുടെ ചെയർമാൻ ആണ്. അദ്ദേഹം ന്യൂസിൽ പറയുണ്ടായി 2024 എന്ന് പറയുന്നത് ഇയർ ഓഫ് ഗഗൻയാൻ റെഡിനെസ് എന്നാണ്. അതായത് ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് മിഷൻ ആണ് ഈ ഗഗൻയാൻ എന്ന് പറയുന്നത്. അപ്പൊ 2024 അതിന്റെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ഈ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത് രണ്ട് മോർ ടെസ്റ്റ് ഫ്ലൈറ്റ്സ് കൂടെ നടത്തുന്നുണ്ട്. ഫ്ലൈറ്റ് ടെസ്റ്റ്, വെഹിക്കിൾ അബോട്ട് മിഷൻ എന്ന് പറയുന്നത്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അൺമാൻഡ് ഫ്ലൈറ്റ്സും വരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ന്യൂസിലേക്ക് പോവാം. ഹിമാചൽ ഗവൺമെന്റ് ഇഷ്യൂസ് നോട്ടിഫിക്കേഷൻ ടു ഗ്രാന്റ് ST സ്റ്റാറ്റസ് ടു ഹത്തി കമ്മ്യൂണിറ്റി. അപ്പൊ ഹിമാചൽ പ്രദേശിലെ ഹത്തി കമ്മ്യൂണിറ്റിക്ക് ST സ്റ്റാറ്റസ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ ട്രാൻസ്ഗിരി എന്ന് പറയുന്ന ഒരു ഏരിയ, നമ്മുടെ ഹിമാചൽ പ്രദേശിലെ സിർമൂർ ഡിസ്ട്രിക്റ്റിലെ ട്രാൻസ്ഗിരി പറയുന്ന ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഈ ഹത്തി കമ്മ്യൂണിറ്റി. അപ്പൊ ഹത്തി കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ളൊരു സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓർഡർ സെക്കൻഡ് അമെന്റ്മെന്റ് ബില്ല് 2023 പാർലമെന്റ് പാസ്സാക്കിയിരുന്നു കഴിഞ്ഞ വർഷം. അതിനുശേഷം August 4 2023 പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചു. അപ്പൊ ബില്ല് ഇപ്പൊ ഒരു ആക്ട് ആണ്. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഹത്തി കമ്മ്യൂണിറ്റിക്ക് ST സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ന്യൂ COVID-19 സബ് വേരിയൻസ്. അതായത് നമുക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു വേർഡ്, അല്ലെങ്കിൽ ആ ഒരു ഡിസീസിനെ വളരെ നന്നായിട്ട് അറിയാം. 2019 ഈ ഒരു നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ലോക രാഷ്ട്രങ്ങളെല്ലാം പിടിപെടുന്നത്. ലേറ്റർ അതിനെ നമ്മൾ ഈ നോവൽ കൊറോണ വൈറസ് എന്നുള്ളതിന്റെ പേര് റീനെയിം ചെയ്ത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ്, അതായത് SARS-CoV-2 എന്നുള്ള പേരിലേക്ക് മാറ്റിയായിരുന്നു. ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് December 31 2019 ചൈനയിൽ നിന്നാണ്. അതേ മന്തിൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് സിവിയർ ആയിട്ടുള്ള COVID-19 വേവ്സ് വേൾഡിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഡിസംബറിന്റെ എൻഡ് ആയപ്പോൾ, അതായത് പുതിയൊരു ന്യൂ ഇയർ വന്ന സമയത്ത് പുതിയൊരു വേരിയന്റും സബ് വേരിയന്റും എല്ലാം പല കൺട്രീസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 2021 എൻഡ് ആയ സമയത്ത് ഒമിക്രോണിന്റെ ഒരു വേരിയന്റും കൂടെ കണ്ടുപിടിച്ചിരുന്നു, BA.11529 എന്ന് പറയുന്ന ഒരു വേരിയന്റ്. 2022 എൻഡ് ആയപ്പോൾ COVID-19 എന്ന് പറയുന്നത് ചൈനയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ചൈന മാത്രമല്ല, ഇന്ത്യയുടെയും മറ്റു ലോക രാഷ്ട്രങ്ങളുടെയും പല ഭാഗങ്ങളിലും ഇത് എഫക്ട് ചെയ്തിരുന്നു.
ഇപ്പോ ഇത് ന്യൂസിൽ വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഒമിക്രോണിന്റെ പുതിയൊരു സബ് വേരിയന്റ്, അതായത് ഒമിക്രോൺ വേരിയന്റിന്റെ ഒരു സബ് വേരിയന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സാർക്കോ V2 JN1 എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ന്യൂസിൽ വരുന്നത്. അപ്പൊ എന്താണ് സാർക്കോ V2 JN1 എന്ന് നോക്കാം. ഈ JN1 എന്ന് പറയുന്നത് ഒമിക്രോണിന്റെ തന്നെ ഒരു സബ് വേരിയന്റ് ആണ്. മൾട്ടിപ്പിൾ കൺട്രീസ് ഇത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ഡിസൈനേറ്റ് ചെയ്ത്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനൊരു ഡിസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്, വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ്, VOI എന്ന് പറയും, വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ JN1 എന്ന് പറയുന്നത് ഒരു ന്യൂ വൈറസ് ആണ്. പക്ഷെ BA286 എന്ന് പറയുന്ന ഒരു ഒമിക്രോണിന്റെ സബ് വേരിയന്റ് ആണ് ഈ JNI എന്ന് പറയുന്നത്. അപ്പൊ ഒമിക്രോണിന്റെ ആ വേരിയന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സാർക്കോ V2 സബ് വേരിയന്റ് ഉണ്ട്. അതിന്റെ ഒരു വേരിയന്റ് ആയിട്ടാണ് BA286 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്താണ് ആധാർ പേയ്മെന്റ് ബ്രിഡ്ജ് സിസ്റ്റം. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ഇയറിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതായത് NGNREGS ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിലൂടെ മാത്രമേ പേയ്മെന്റ് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. അപ്പൊ APPS, അതായത് ആധാർ പേയ്മെന്റ് ബ്രിഡ്ജ് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. ഇത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തൊരു ഗേറ്റ് വേ ആണ്. ഓക്കെ, അതായത് ഗവൺമെന്റ് സ്കീംസിലൂടെ വരുന്ന ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആധാർ ഇനാബിൾ ചെയ്ത ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഒരു അജണ്ട ആയിട്ട് വരുന്നത്. ഈ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് പേഴ്സന്റെ ആധാർ നമ്പർ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അഡ്രസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഡീറ്റെയിൽസ്, ഇപ്പൊ നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇതൊക്കെ കൊടുക്കുന്നതിന് പകരം നമ്മൾ ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അടുത്ത RBI. ഇപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ട്, ഇന്ത്യസ് 1991 ക്രൈസിസ് ആൻഡ് RBI ഗവർണേഴ്സ് റോൾ. ഇപ്പൊ 1991 നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിരുന്നു. ആ സമയത്ത് RBI ഗവർണറിന്റെ റോളിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ആരായിരുന്നു നമ്മുടെ RBI ഗവർണർ, അതായത് 1991 RBI ഗവർണർ ആരായിരുന്നു? S വെങ്കിട്ടരാമൻ ഒരു IAS ഓഫീസർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ആ സമയത്ത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ. ഡിസംബർ 1990 മുതൽ ഡിസംബർ 1992 വരെയാണ് അത് പാസ് ചെയ്തത്. ഓക്കെ, ഇനി RBI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിനെയാണ് നമ്മൾ അബ്രിവേറ്റ് ചെയ്ത് RBI എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്. ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ റെഗുലേഷൻ നടത്തുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് RBI എന്ന് പറയുന്നത്. ഇതിന്റെ ഓണർഷിപ്പ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ റുപ്പിയായി ബന്ധപ്പെട്ട അതിന്റെ സപ്ലൈ, അതിന്റെ കൺട്രോള്, ഇഷ്യൂ ആൻഡ് മെയിൻറ്റെയിനിങ് ഇതെല്ലാം നടത്തുന്നത് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് April 1, 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്ന് പറയുന്ന ആക്ടിന്റെ കീഴിലാണ്. ഫസ്റ്റ് RBI ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. പ്രസന്റ് RBI ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്. അടുത്ത ന്യൂസ് നോക്കാം. ഫസ്റ്റ് ഗേൾസ് സൈനിക് സ്കൂൾ ഓപ്പൺഡ് ഇൻ മധുര വിത്ത് 870 സ്റ്റുഡൻസ്. അതായത് മധുരയിൽ 870 സ്റ്റുഡൻസ് അടങ്ങുന്ന ആദ്യത്തെ ഗേൾസ് ഓൺലി സൈനിക് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഡിഫൻസ് മിനിസ്ട്രി ആണ് ഇത് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. സാംവിത് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ, അങ്ങനെയാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അവിടെ പഠിക്കുന്ന എല്ലാവരും ഗേൾസ് ആണ്. അതൊരു ഗേൾസ് സ്കൂളാണ്, സൈനിക സ്കൂളാണ്. 870 സ്റ്റുഡൻസ് ഇപ്പൊ അവിടെ ഉണ്ട്. അത് ഇനാഗുറേറ്റ് ചെയ്തത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് മധുരയിൽ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം സുപ്രീം കോർട്ട് വിധിക് അനുവാദ് സോഫ്റ്റ്വെയർ. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത് ട്രാൻസ്ലേറ്റിംഗ് ഓൾ ഓഫ് ഇറ്റ്സ് 36,000 ജഡ്ജ്മെന്റ് ഇൻ ടു ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് അച്ചീവ്ഡ് അൺപ്രസിഡന്റഡ് ഇൻ സ്പീഡ് ഇൻ 2023. അപ്പോ 36,000-ഓളം വരുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾഡ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആയിരുന്നു. ഓക്കെ, ഇതൊരു AI ഡ്രൈവൺ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ടൂൾ ആണ് ഈ സുവാസ് എന്ന് പറയുന്നത്. റീജിയണൽ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ലീഗൽ പ്രൊസീഡിങ്സ് നടത്താൻ പറ്റും. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ടൂൾ ആണ്. ഒരു മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടോട് കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. കറന്റ്ലി ഇത് എന്താണ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ജുഡീഷ്യൽ ഡോക്യുമെന്റ്സിനെ 11 ഇന്ത്യൻ ലാംഗ്വേജസ് ആയി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇതിന് സാധിക്കുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്.
അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് എഡിഷനിൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ PM മോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ പൊസിഷൻ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ന്യൂസ് വരുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആനുവലി ആണ്. ഇത് എക്കണോമിക് ഇന്നോവേഷൻ പെർഫോമൻസ് ആണ് ഇതിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 132 എക്കണോമീസ് ഉള്ളതിൽ 40ആണ് 2023. ഇപ്പൊ റാങ്ക് ഉയർന്നിട്ടുണ്ട്. അടുത്തത് ജനുവരി ഈസ് സെർവിക്കൽ ഹെൽത്ത് അവയർനെസ് മന്ത്. ജനുവരി എന്ന് പറയുന്നത് സെർവിക്കൽ ഹെൽത്ത് അവയർനെസ് മന്ത് ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ NCCC, അതായത് നാഷണൽ സെർവിക്കൽ ക്യാൻസർ കോയിലേഷൻ, സെർവിക്കൽ ഹെൽത്തും സെർവിക്കൽ ക്യാൻസർ പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അവർ സെർവിക്കൽ ഹെൽത്ത് അവയർനെസ് മന്ത് ആയിട്ട് ജനുവരിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പീപ്പിൾസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ഈ ജനുവരിയിൽ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു ന്യൂസിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. താങ്ക് യു.